എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻഷോട്ടിലെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഫിൽറ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം, നമുക്കൊരു വീഡിയോയിൽ ഫിൽറ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു ഫീച്ചർ നമുക്ക് ഇൻഷോട്ടിൽ ഇപ്പോൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയെക്കുറിച്ച് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഷോട്ട് എടുത്തു, നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്ത് നമ്മളതേ വീഡിയോ തന്നെയാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ വർക്കിംഗ് ഏരിയയിലേക്ക് വന്നു. നമ്മൾ അന്നത്തെ അപ്പോൾ തന്നെ ഒരു 3 വീഡിയോ ഞാൻ അതേ സെയിം വീഡിയോ തന്നെയാണ് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ മ്യൂസിക്, സ്റ്റിക്കേഴ്സ്, ടെക്സ്റ്റ്, ഫിൽറ്റർ വരെയാണ് നമ്മൾ പഠിച്ച് നോക്കിയത്. ഇനി നമുക്ക് പുതിയൊരു ഫീച്ചർ ഇൻഷോട്ട് വന്നിട്ടുണ്ട്. അതാണ് പിക്ചർ ഇൻ പിക്ചർ എന്ന് പറയുന്ന PIP എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഫിൽറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്ഷനാണ് ഈ PIP എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും നമുക്ക് ഒരു പിക്ചർ പോലെയാണ് വന്നത്. അതിനു മുമ്പ് ഞാൻ PIP എന്താണെന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു പിക്ചറിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മറ്റൊരു പിക്ചറും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഒരു വീഡിയോയിൽ നമ്മൾ ഏതെങ്കിലും ഈ വീഡിയോയുടെ നിങ്ങൾക്ക് തൊട്ട് മുകളിൽ കാണുന്ന ആ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു വീഡിയോയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ PIP എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും നമുക്ക് ഏത് വീഡിയോ ആണോ നമുക്ക് നമ്മുടെ പഴയ വീഡിയോയിലേക്ക് പ്ലേസ് ചെയ്യേണ്ടത് ആ വീഡിയോ എടുക്കുക. ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ എടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് തൽക്കാലം ഞാനിപ്പം ഞാൻ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും എന്ത് വന്നു, ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള പിക്ചറിൽ മറ്റൊരു പിക്ചറും കൂടെ എന്തായി, അവിടെ ഇൻസേർട്ടായി. അതായത് ആ പിക്ചറിൽ നിന്ന് തന്നെ മറ്റൊരു പിക്ചറും കൂടെ അവിടെ എന്തായി മാറി, ഇൻസേർട്ടായി മാറി. നമുക്കിത് എന്ത് ചെയ്യാം, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നമുക്കിത് പ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്കിത് കണ്ടോ, നമുക്കിപ്പം ഇവിടെ ഈ സൈഡിൽ നമുക്കൊന്ന് പ്ലേസ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിത് റിസൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈ പിക്ചർ നമുക്കൊന്നിൻ്റെ ഒരു റെസൊല്യൂഷൻ കുറയ്ക്കാം. നമുക്ക് ഈ സൈഡിൽ നമ്മൾ നേരത്തെ പോലെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഈ 2000 മേലോട്ടും താഴോട്ടിരിക്കുന്നതാണല്ലോ. നമുക്ക് അവിടെ പതുക്കെ സ്മൂത്ത് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പിക്ചറിൻ്റെ സൈസ് കുറച്ച് നമുക്ക് എവിടെയാണോ വേണ്ടത് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. ഞാനിവിടെ ഈ സൈഡിൽ പ്ലേസ് ചെയ്തു. ഓക്കെ ആണോ, സൈഡിൽ പ്ലേസ് ചെയ്തു. തൊട്ട് താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൊട്ട് താഴെ നിങ്ങൾക്ക് ആ വർക്കിംഗ് ഏരിയയുടെ താഴെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നു, നേരത്തെ കിടക്കുന്ന പിക്ചറും അതിന് തൊട്ടുമേൽ നമ്മളിപ്പോൾ വന്ന ആ പിക്ചർ നമുക്ക് എന്ത് ചെയ്തു, ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, നമ്മൾ ഇപ്പം തൊട്ട് മുകളിലത്തെ ആ പിക്ചറിൽ നമുക്ക് ആ ചെറിയ കുഞ്ഞു പിക്ചർ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ എങ്ങനെയാണോ കിടക്കുന്നതെന്നുള്ളത് നമ്മുടെ വർക്ക് ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നേരത്തെ പിക്ചർ എങ്ങനെയാണോ അതിൻ്റെ തൊട്ടുമേലിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത പിക്ചർ. പിന്നെ എല്ലാം നേരത്തെ പ്രോസസ്സ് പോലെയാണ്. അതായത് ഇപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട്, അതായത് നമ്മുടെ പഴയ വീഡിയോയുടെ കൂടെ തന്നെ ഈ സ്മോൾ പിക്ചറും ഈ ഒരു സൈഡിൽ കിടക്കുന്ന പിക്ചറും കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആരോയിൽ ഇങ്ങനെ സ്മൂത്തായിട്ട് അത് ലോങ് പ്രസ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആ വീഡിയോ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ആ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് പ്രസ് ചെയ്ത് നമുക്ക് ആ വീഡിയോ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ എന്താണ്, ഇപ്പം ഞാൻ ഈ വീഡിയോ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, പ്ലേ ചെയ്യുമ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന വീഡിയോയും അതേപോലെ നമ്മൾ ഈ സൈഡിൽ കിടക്കുന്ന വീഡിയോയും എന്താണ്, ഒരേ സമയം അത് വർക്ക് ചെയ്യും. ഇപ്പം ഞാൻ പ്ലേ ബട്ടൺ കൊടുക്കാൻ പോവുകയാണ്. പ്ലേ ബട്ടൺ കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെയും അതേപോലെ നമ്മുടെ സ്മോൾ പിക്ചറും രണ്ടും എന്താണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ ആ പിക്ചർ പോയി. കാര്യം നമ്മൾ അവിടെ വരെ ആ സ്മോൾ പിക്ചർ പ്ലേസ് ചെയ്തിരുന്നുള്ളൂ. ഞാൻ ഒന്നും കൂടെ പ്ലേ ചെയ്യാം. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന പിക്ചറും ഇപ്പം നമ്മുടെ ആ സൈഡിൽ കിടക്കുന്ന പിക്ചറും രണ്ടും ഒരേ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് PIP അല്ലെങ്കിൽ പിക്ചർ ഇൻ പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഓപ്ഷൻ മെയിൻലി ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഇതേപോലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളൊരു ട്യൂട്ടോറിയൽ മറ്റും എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് കാണാനായിട്ട്, ഇപ്പം നമ്മുടെ ഫേസ് കൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറയണം എന്നുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പിക്ചർ എടുക്കാം. അതേപോലെ നമ്മൾ എന്താണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പിക്ചർ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വിട്ട് നമ്മുടെ പിക്ചർ നമുക്ക് ആ സൈഡിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. മെയിൻലി ഈ PIP, അതായത് പിക്ചർ ഇൻ പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇൻഷോട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ആ ഒരു കോൺസെപ്റ്റിന് കൂടെ വേണ്ടിയിട്ടാണ്. അതാണ് PIP എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ അതായത് PIP പിക്ചർ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിവിടെ പ്ലേസ് ചെയ്തു ശേഷം തൊട്ട് താഴെ വർക്ക് ഏരിയയിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ആ സ്മോൾ പിക്ചർ അതായത് നമ്മൾ അവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ താഴെ നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതായത് സ്പ്ലിറ്റ്, അതേപോലെ എഡിറ്റ് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം, അതേപോലെ ഡിലേറ്റ്, ക്രോമ, വോളിയം, സ്പീഡ്, കോപ്പി, ക്രോപ്പ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നോക്കാം. അതിൽ എഡിറ്റ് എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കിടക്കുന്ന എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും എന്താണ് നമ്മൾ ഓൾറെഡി നമുക്കിപ്പോൾ ആ വീഡിയോ എങ്ങനെയാണ് നമുക്ക് വരേണ്ടത്, അതായത് കണ്ടോ ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് സ്മോൾ വീഡിയോ അതായത് കുഞ്ഞു വീഡിയോ എങ്ങനെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് വരേണ്ടത് എന്ന ആ ഒരു മോഷനാണ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. എഡിറ്റ് എന്ന ഓപ്ഷനിൽ കാണാൻ സാധിക്കുന്നത് കണ്ടോ. ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും കണ്ടോ ആ വീഡിയോ വരുന്ന മോഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ രണ്ടാമത്തത് പ്ലേസ് ചെയ്യുമ്പോൾ കണ്ടു ഇപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ സ്മോൾ വീഡിയോ നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നത് കണ്ടോ. ഞാൻ അടുത്ത് ഓരോരോ മോഷൻസ് നമുക്ക് ആ വീഡിയോയിൽ കൊടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് കളയാം. സ്പ്ലിറ്റ് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വേർഡ് നമ്മൾ എന്ത് ചെയ്യാണ് എഡിറ്റ് ചെയ്യാണ്. നമ്മൾ ഈ ഓരോ വേർഡും നമ്മൾ എന്താണ് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് കൂട്ടി യോജിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും. അതാണ് സ്പ്ലിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഡിലേറ്റ്, നമുക്കറിയാമല്ലോ നമുക്കിപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കളയാം. നമുക്കത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്താൽ ഡിലേറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മുടെ നിലവിലുള്ള നമ്മുടെ വീഡിയോയിലേക്ക് അതിൽ നിന്നും പോകും. പിന്നെ നമുക്ക് പറയാനുള്ളത് ക്രോമ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ക്രോമ എന്ന് പറയുന്ന ഓപ്ഷൻ ഈ നമ്മുടെ PIP എന്ന പിക്ചറുമായിട്ട് സാമ്യം അതായത് അതിനോടൊത്ത് ചേരുന്ന ഒരു ഓപ്ഷനാണ് ക്രോമ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഡിലേറ്റിന് ഇപ്പുറത്ത് കാണാൻ സാധിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഞാനിപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ഓപ്ഷൻസ് അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയുടെ നമുക്ക് ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് പറ്റുന്നു. അതായത് നമ്മളിപ്പോൾ ഈ പ്ലേസ് ചെയ്തേക്കുന്ന നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്തേക്കുന്ന ഈ ഒരു വീഡിയോയുടെ സ്ട്രെങ്തും കൂട്ടാം, അതേപോലെ ആ വീഡിയോയുടെ ഷാഡോയും കൂട്ടാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ആ പ്ലേസ് ചെയ്തേക്കുന്ന വീഡിയോയുടെ സ്ട്രെങ്ത് ഞാൻ മാക്സിമം കൂട്ടാൻ പോവാണ്. കണ്ടോ, നിങ്ങൾക്ക് ആ ചേഞ്ച് അവിടെ കാണാൻ സാധിക്കും. അതായത് നേരത്തെ പ്രസൻ്റായിട്ട് നമ്മൾ ആ വീഡിയോ അതായത് വേറൊരു പിക്ചറായിരുന്നു അവിടെ, പിന്നെ നമ്മളത് എന്ത് ചെയ്യുക സ്ട്രെങ്ത് കൂട്ടി വന്നപ്പോഴത്തേക്കും നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചറിൻ്റെ അതേ ഷേപ്പ് പോലെ നമ്മുടെ പിക്ചറായി എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഓക്കെ കൊടുത്തു. ഞാനിപ്പം സ്ട്രെങ്ത് കൂട്ടി കൊടുത്തു. അതേപോലെ ഷാഡോ ഞാൻ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ചെറിയ പിക്ചറിൽ വരുന്ന മാറ്റം നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് ബാക്ക്ഗ്രൗണ്ടിലെ പിക്ചർ എങ്ങനെയാണോ അതേപോലെ, അതായത് നിലവിലിപ്പോൾ ആ ഒരു ചെറിയ പിക്ചർ അവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഈ ഷാഡോ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത്. ഷാഡോയും സ്ട്രെങ്ത് ഞാനിപ്പോൾ കംപ്ലീറ്റ് രണ്ടും കൂട്ടി കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഓക്കെ കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോവാണ്. ഫസ്റ്റോട്ട് ഞാൻ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം അതായത് പഴയ വീഡിയോ ബാക്കിൽ കിടക്കുന്ന വീഡിയോയും ഇപ്പോഴും കിടക്കുന്ന ആ സ്മോൾ പിക്ചറിലെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പോലും പറ്റുന്നില്ല. ഞാനിപ്പോൾ ഓക്കെ കൊടുക്കുമ്പോഴത്തേനും കണ്ടോ ആ പിക്ചറിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അത്ര ക്ലിയർ അല്ല. അതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കൂട്ടി. കണ്ടോ, ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മൾ ക്രോമ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്ട്രെങ്തും അതേപോലെ ഷാഡോയും കൂട്ടി കൊടുത്തു. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിത് വേണ്ട ആവശ്യം ഇല്ല, പിന്നെ ഉപയോഗിക്കുന്നവരുണ്ട്. ഓക്കെ, അതാണ് ക്രോമ എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലേസ് ചെയ്തേക്കുന്ന ഈ വീഡിയോയ്ക്ക് സൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സൗണ്ടും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൊട്ടിപ്പുറത്ത് വോളിയം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടാനുസരണം വോളിയം കൊടുക്കാം. 200% വരെയാണ് നമ്മുടെ ഇൻഷോട്ടിലെ എല്ലാ സൗണ്ടിൻ്റെയും സൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പുറത്ത് അതിൻ്റെ ആ വീഡിയോയുടെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം 0.2 ഇട്ടാൽ തീരെ ലോ സ്പീഡായിരിക്കും. നമ്മൾ മിനിമം 1 നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് അതേപോലുള്ള വീഡിയോ ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. കേട്ടോ, അതേ ഭാഗത്ത് തന്നെ ഒരു വീഡിയോ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു സെയിം വീഡിയോ നമുക്ക് ഇടാനായിട്ട് പറ്റുന്നു. അതിൻ്റെ ഒരു മെറിറ്റാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടു എന്നിരിക്കട്ടെ, നമുക്ക് പിന്നെ അതുപോലൊരു വീഡിയോ ഇടണം. നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഗാലറിയിൽ പോയി ആ വീഡിയോ ഇടണ്ടേ? അങ്ങനെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു വീഡിയോ ഏത് വീഡിയോയാണോ നമ്മൾ ഒന്നും കൂടെ കോപ്പി ചെയ്യേണ്ടത്, നമ്മുടെ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ ഒന്നും കൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്.
ചെയ്യുന്നത്. പിന്നീട് ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോ, അതായത് നമ്മൾ ആ ചെറിയ PIP ഇട്ടേക്കുന്ന ആ വീഡിയോയുടെ റിസൈസ് കുറയ്ക്കാം, അതായത് ക്രോപ്പ് ചെയ്ത് കളയാനായിട്ടുള്ള ഓപ്ഷനാണ് ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇൻഷോട്ട് തരുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ ഈ ഒരു ഫുൾ വീഡിയോ ആയിരുന്നു നമ്മൾ ആ ഒരു PIP ഇമേജ് പിക്ചറിലേക്ക് ഇട്ടത്. നമുക്കതിൻ്റെ സൈസ് വേണ്ട, എനിക്ക് ഇത്രയും സൈസ് മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ക്രോപ്പ് ചെയ്ത് കളയാനായിട്ട് പറ്റുന്നു. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ആണ്, നമുക്കൊരു യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ താഴെ ഓരോന്നിൻ്റെ സൈസ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ, അതേപോലെ യൂട്യൂബിലാണെങ്കിൽ അങ്ങനെ, ടിക്ടോക്കുള്ള സമയത്തൊരു എന്താ പറയുക സൈസ് ആയിരുന്നു 9:16 എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈ വീഡിയോ സൈസ് ഓപ്ഷൻസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ യൂട്യൂബ് ആയതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? ഓക്കെ കൊടുക്കുമ്പോഴത്തേനും അതേ സൈസിനുള്ള വീഡിയോ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.